ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ സുഖമായിട്ട് പോകുന്നു. ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കാര്യമായിട്ടൊന്നുമില്ല, കൊച്ചു കൊച്ചു വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ ചായയൊക്കെ കാച്ചിയാണ് കേട്ടോ. നമ്മൾ കുക്കിംഗ് വീഡിയോസാണ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഏതായാലും വീഡിയോസൊക്കെ ഇടൽ വളരെ കുറവായതുകൊണ്ട് തന്നെ ഞാൻ ഇന്നൊരു ചെറിയൊരു വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ചായ ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മൾ ചായയും പിന്നെ അതുപോലെ തന്നെ ഇന്ന് പൂരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ സംസാരത്തിനിടയ്ക്ക് ചായ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ രാവിലെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശരിയാക്കി നമ്മൾ തേങ്ങ കറിയിലോട്ട് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ കറി ഉണ്ടായിരുന്നു രാത്രിക്കത്തെ. അപ്പോൾ അതിലോട്ട് തേങ്ങ ഉള്ളിയൊക്കെ ഇട്ട് അരച്ചിട്ട് അതൊഴിക്കാൻ വേണ്ടിയിട്ട് തേങ്ങ അരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം നമ്മളിന്ന് പറഞ്ഞല്ലോ പൂരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം ചൂടാൻ വെക്കണം. ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ മൈദപ്പൊടിയും വെച്ചിട്ടുള്ള പൂരി ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ വെള്ളം ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഗോതമ്പ് പൊടിയും ഒരു 2 ഗ്ലാസും അതുപോലെ തന്നെ ഒരു 3/4 ഗ്ലാസോളം മൈദയും കൂടെ ചേർത്തിട്ട്, റവയൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ ഉണ്ടാക്കിയാലും അടിപൊളിയായിട്ട് കിട്ടും. അതിൽ നമ്മൾ ഇളം ചൂടുവെള്ളമാണ് ചേർക്കുക, ഒരുപാട് ചൂടാവരുത്, അങ്ങനെ ആകുമ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഇളം ചൂടുവെള്ളം ഈ ഒരു മൈദയും ഗോതമ്പ് പൊടിയും ചേർത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് മൈദ വെച്ചിട്ടും ഒറ്റയ്ക്ക് ചെയ്തെടുക്കാം, അതുപോലെ തന്നെ ഗോതമ്പ് പൊടി മാത്രമായിട്ടും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കട്ടെ. ഇനി ഇതിലോട്ട് ആ വെള്ളം കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ അതിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ട് ഉണ്ടാവണം കേട്ടോ മാവ്. നമുക്ക് കുഴക്കുമ്പോൾ ഏകദേശം അറിയാം. പിന്നെ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ ചൂട് ഞാൻ നോക്കുമ്പോൾ കുറച്ച് ഒന്ന് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് സാധാ പച്ചവെള്ളം കൂട്ടിയിട്ട് ഒന്ന് പാകാക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഞാനൊന്ന് മൊത്തത്തിൽ കുഴച്ചെടുക്കട്ടെ. ഞാൻ നമ്മുടെ ചാനലിൽ 2-3 പൂരിയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ട്, ചോറ് വെച്ച് ചെയ്യുന്നതൊക്കെ. അത് ഒരുപാട് പേര് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തേങ്ങ ഒന്ന് പൊട്ടിക്കണം കേട്ടോ. ഇത് നമുക്ക് ഒന്ന് ചിരവി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഒന്ന് ചിരവി വെക്കട്ടെ. അപ്പോൾ 15 മിനിറ്റോളം നമ്മൾ മാവൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് പത്തിരി ബ്രസ് ഞാൻ ഇങ്ങനെ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് കവർ ചെയ്യാറുണ്ട്. അപ്പോൾ ആ കവർ ഇതുപോലെ അങ്ങ് ഒന്ന് ലൂസായിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കൂടെ കെട്ടിക്കൊടുക്കട്ടെ. ഇങ്ങനെ കെട്ടിക്കൊടുക്കുമ്പോൾ നല്ല സുഖമാണ്, നല്ല നീറ്റായി നമ്മൾ പത്തിരി പ്രസ് ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ പ്രസ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ഇത് കെട്ടുന്നത് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു മാവ് ഒരു 15 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് എടുക്കാം. നമ്മൾക്ക് ഇഷ്ടമുള്ള സൈസിലാക്കി എടുക്കാം. പക്ഷെ ഒരുപാട് ഓവർ സൈസ് ആവുകയും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു പത്തിരിക്കൊക്കെ ചെയ്യുന്ന ആ ഒരു സൈസിലുള്ള ബോളാക്കിയിട്ടാണ് എടുക്കുന്നത്. അങ്ങനെ നമ്മളിതാ ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സമയത്ത് എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 4-5 എണ്ണമൊക്കെ ആവുന്ന സമയം കൊണ്ട് എണ്ണ ചൂടായി കിട്ടും. അപ്പോൾ പിന്നെ അതങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പ്രസ് ചെയ്ത് ആ ഒരു സമയത്ത് തന്നെ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ പെട്ടെന്ന് എണ്ണ നല്ല ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 4-5 എണ്ണം പരത്തി വെക്കുന്നത്. ഇനി നമുക്ക് ഈ ഓയിലിലിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഒരുവിധ ആളുകളൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുന്നവരായിരിക്കും. എന്നാലും നമ്മളെ ചാനലിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നല്ലതാ ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കെല്ലാം ഇതുപോലെ റെഡിയാക്കി എടുക്കാം. പിന്നെ നമ്മൾ ആ തേങ്ങ അരച്ച
ചിക്കൻ കറിയും അതുപോലെ തന്നെ ഈ പൂരിയും നല്ല അടിപൊളിയാണ്. ഇതിലോട്ട് ഏത് കറിയും പറ്റും കേട്ടോ. ഇനി കറി ഇല്ലാണ്ടും കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതും പറ്റും. പിന്നെ എണ്ണ ഒന്നും കുടിക്കില്ല. തീൻ്റെ കാര്യം ശ്രദ്ധിക്കുക. അത്യാവശ്യം നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ എണ്ണ കുടിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. നമ്മൾ പിന്നെ കറിയൊക്കെ ഒഴിച്ച് ചായയൊക്കെ എടുത്ത് നമ്മൾ കുടിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. കുഞ്ഞു വീഡിയോ ആണ്. കാര്യമായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. നിങ്ങളുമായിട്ട് കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കുക എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാ അള്ളാ നമുക്കിനി അടിപൊളിയായിട്ട് വീഡിയോ കാണാം. അസ്സലാമു അലൈക്കും. ബൈ.